മർക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 8. ആ ദിവസങ്ങളിൽ വലിയൊരു ജനക്കൂട്ടം വീണ്ടും വന്നു കൂടിയപ്പോൾ അവർക്ക് ഭക്ഷിക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് യേശു ശിഷ്യരെ വിളിച്ച് അവരോട്, ഈ ജനക്കൂട്ടത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു. കാരണം അവർ 3 ദിവസമായി എന്നോടൊപ്പം ആയിരിക്കുന്നു. അവർക്ക് ഭക്ഷിക്കാൻ ഒന്നും തന്നെ ഇല്ല. വിശക്കുന്നവരായി ഞാൻ അവരെ വീടുകളിലേക്ക് പറഞ്ഞയച്ചാൽ അവർ വഴിയിൽ തളർന്നു വീഴും. അവരിൽ ചിലർ വളരെ ദൂരത്തു നിന്നാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ശിഷ്യർ യേശുവിനോട്, ഇവിടെ ഈ വിജന സ്ഥലത്ത് ഈ ജനത്തെയെല്ലാം തൃപ്തരാക്കാൻ കഴിയുന്ന വിധത്തിൽ അപ്പം കണ്ടെത്താൻ ആർക്ക് സാധിക്കും എന്ന് ചോദിച്ചു. അപ്പോൾ യേശു അവരോട്, നിങ്ങളുടെ കയ്യിൽ എത്ര അപ്പമുണ്ട് എന്ന് ചോദിച്ചു. 7 എന്നവർ മറുപടി പറഞ്ഞു. ജനക്കൂട്ടത്തോട് നിലത്തിരിക്കാൻ യേശു നിർദ്ദേശിച്ചു. എന്നിട്ട് ആ 7 അപ്പം എടുത്ത് സ്തോത്രം ചെയ്ത് നുറുക്കി ജനങ്ങൾക്ക് വിളമ്പാൻ ശിഷ്യരെ ഏൽപ്പിച്ചു. അവർ ജനത്തിന് അത് വിളമ്പി. കുറച്ച് ചെറിയ മീനും ഉണ്ടായിരുന്നു. സ്തോത്രം ചെയ്ത ശേഷം അതും വിളമ്പാൻ യേശു ശിഷ്യരോട് പറഞ്ഞു. ജനം ഭക്ഷിച്ച് തൃപ്തരായി. ശേഷിച്ച കഷ്ണങ്ങൾ ശിഷ്യർ 7 വലിയ കുട്ട നിറയെ ശേഖരിച്ചു. ഏകദേശം 4000 പേർ അവിടെ ഉണ്ടായിരുന്നു. അവരെ പറഞ്ഞയച്ചിട്ട് ഉടൻ തന്നെ യേശു ശിഷ്യരോടുകൂടെ വഞ്ചിയിൽ കയറി ദൽമനൂത ദേശത്തേക്ക് പോയി. പരീശന്മാർ അവിടെ എത്തി സ്വർഗത്തിൽ നിന്നും ഒരടയാളം ആവശ്യപ്പെട്ടുകൊണ്ട് യേശുവിനെ പരീക്ഷിക്കാനായി തർക്കിച്ചു തുടങ്ങി. അവിടുന്ന് ആത്മാവിൽ നെടുവേർപ്പെട്ട് ഇങ്ങനെ പറഞ്ഞു, എന്തുകൊണ്ട് ഈ തലമുറ അടയാളം അന്വേഷിക്കുന്നു? ഈ തലമുറയ്ക്ക് ഒരടയാളം നൽകപ്പെടുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അവരെ വിട്ട് വഞ്ചിയിൽ കയറി യേശു വീണ്ടും മറുകരയിലേക്ക് പോയി. അനന്തരം ശിഷ്യർ അപ്പം എടുക്കാൻ മറന്നുപോയി. ഒരപ്പമല്ലാതെ വഞ്ചിയിൽ തങ്ങളുടെ കയ്യിൽ വേറെ ഇല്ലായിരുന്നു. അപ്പോൾ യേശു അവരോട് ഇങ്ങനെ കൽപ്പിച്ചു പറഞ്ഞു, നോക്കൂ, പരീശന്മാരുടെയും ഹെരോദാവിൻ്റെയും പുളിമാവിനെ സൂക്ഷിക്കണം. തങ്ങളുടെ കയ്യിൽ അപ്പമില്ലാത്തതിനെക്കുറിച്ച് അപ്പോൾ അവർ പരസ്പരം സംസാരിക്കാൻ തുടങ്ങി. ഇത് മനസ്സിലാക്കി യേശു അവരോട്, അപ്പമില്ലാത്തതിനെക്കുറിച്ച് നിങ്ങൾ എന്തിനാണ് സംസാരിക്കുന്നത്? നിങ്ങൾക്ക് ഇപ്പോഴും തിരിച്ചറിയാനും മനസ്സിലാക്കാനും കഴിയുന്നില്ലേ? നിങ്ങൾ കഠിന ഹൃദയരാണോ? കണ്ണുണ്ടായിട്ടും കാണുന്നില്ലേ? ചെവിയുണ്ടായിട്ടും കേൾക്കുന്നില്ലേ? നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഞാൻ 5 അപ്പം 5000 പേർക്കായി നുറുക്കിയപ്പോൾ ശേഷിച്ച കഷ്ണങ്ങൾ എത്ര കുട്ട നിറയെ നിങ്ങൾ ശേഖരിച്ചു എന്ന് ചോദിച്ചു. 12 എന്ന് അവർ മറുപടി പറഞ്ഞു. അതുപോലെ 4000 പേർക്ക് 7 അപ്പം നുറുക്കിയപ്പോൾ ശേഷിച്ച കഷ്ണങ്ങൾ എത്ര വലിയ കുട്ട ശേഖരിച്ചു എന്ന് ചോദിച്ചതിന് 7 അവർ മറുപടി പറഞ്ഞു. എന്നിട്ടും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ എന്ന് യേശു അവരോട് ചോദിച്ചു. അവർ ബേത്സയിദയിൽ എത്തിയപ്പോൾ ചിലർ അന്ധനായ ഒരാളെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അയാളെ സ്പർശിക്കണമെന്ന് അപേക്ഷിച്ചു. യേശു ആ അന്ധൻ്റെ കൈ പിടിച്ച് ഗ്രാമത്തിന് പുറത്തു കൊണ്ടുപോയി കണ്ണുകളിൽ തുപ്പി അവൻ്റെ മേൽ കൈവച്ച് അവനോട്, നീ എന്തെങ്കിലും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. കാഴ്ച കിട്ടിയിട്ട് അവൻ, ഞാൻ മനുഷ്യരെ കാണുന്നു, അവർ മരങ്ങളെപ്പോലെ ചുറ്റും നടക്കുന്നു എന്ന് പറഞ്ഞു. യേശു വീണ്ടും അവൻ്റെ കണ്ണുകളെ സ്പർശിച്ചു. അപ്പോൾ അവന് പൂർണ്ണ കാഴ്ച മടക്കി കിട്ടി. എല്ലാം വ്യക്തമായി കാണാൻ തുടങ്ങി. ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുക പോലും അരുത് എന്ന് പറഞ്ഞ് യേശു അവനെ വീട്ടിലേക്ക് അയച്ചു. അനന്തരം യേശുവും ശിഷ്യരും ഫിലിപ്പിൻ്റെ കൈസരിയയിലെ ഗ്രാമങ്ങളിലേക്ക് യാത്രയായി. പോകുന്ന വഴിയിൽ യേശു അവരോട്, ഞാൻ ആരെന്നാണ് ജനം പറയുന്നത് എന്ന് ചോദിച്ചു. യോഹന്നാൻ സ്നാപകൻ എന്ന് ചിലരും, ഏലിയാവെന്ന് മറ്റു ചിലരും, പ്രവാചകരിൽ ഒരുവനെന്ന് വേറെ ചിലരും പറയുന്നു എന്നവർ ഉത്തരം പറഞ്ഞു. തുടർന്ന് യേശു അവരോട് ഇങ്ങനെ ചോദിച്ചു, എന്നാൽ ഞാൻ ആരാകുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത്? അതിന് പത്രോസ് മറുപടി പറഞ്ഞത്, അങ്ങ് ക്രിസ്തു ആകുന്നു. തന്നെക്കുറിച്ച് ആരോടും പറയരുതെന്ന് യേശു അപ്പോൾ അവരോട് കർശനമായി നിർദ്ദേശിച്ചു. അനന്തരം മനുഷ്യപുത്രൻ പലതും സഹിക്കുകയും ജനപ്രമാണികൾ, പുരോഹിത മുഖ്യന്മാർ, വേദശാസ്ത്രികൾ എന്നിവരാൽ തിരസ്കരിക്കപ്പെട്ട് കൊല്ലപ്പെടുകയും 3 ദിവസം കഴിഞ്ഞ് ഉയർത്തെഴുന്നേൽക്കുകയും വേണമെന്ന് യേശു വരെ പഠിപ്പിച്ചു തുടങ്ങി. യേശു ഈ വാക്കുകൾ വ്യക്തമായി പറഞ്ഞപ്പോൾ പത്രോസ് യേശുവിനെ വേറിട്ട് കൊണ്ടുപോയി ശാസിച്ചു തുടങ്ങി. യേശുവോ തിരിഞ്ഞു നോക്കി തൻ്റെ ശിഷ്യരെ കണ്ടിട്ട് പത്രോസിനെ ശാസിച്ചു. സാത്താനെ, എൻ്റെ പിറകിലേക്ക് മാറൂ, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതാണ് ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞു. പിന്നെ ശിഷ്യരോടുകൂടെ ജനക്കൂട്ടത്തെയും അടുത്തേക്ക് വിളിച്ച് യേശു ഇങ്ങനെ പറഞ്ഞു, ആരെങ്കിലും എൻ്റെ പിന്നാലെ വരാൻ ഇച്ഛിച്ചാൽ അവൻ സ്വയം ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കണം. ആരെങ്കിലും സ്വന്തം പ്രാണനെ രക്ഷിക്കാൻ ആഗ്രഹിച്ചാൽ അതിനെ നഷ്ടമാക്കും. എന്നാൽ എനിക്ക് വേണ്ടിയോ സുവിശേഷത്തിന് വേണ്ടിയോ ആരെങ്കിലും സ്വന്തം പ്രാണനെ നഷ്ടപ്പെടുത്തിയാൽ അതിനെ രക്ഷിക്കും. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തൻ്റെ പ്രാണനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? ഒരു മനുഷ്യന് തൻ്റെ പ്രാണന് പകരമായി എന്ത് നൽകാനാവും? വ്യഭിചാരവും പാപവുമുള്ള ഈ തലമുറയിൽ എന്നെയോ എൻ്റെ വചനങ്ങളെയോ കുറിച്ച് ആരെങ്കിലും ലജ്ജിച്ചാൽ
തൻ്റെ പിതാവിൻ്റെ തേജസ്സിൽ വിശുദ്ധ ദൂതന്മാരോടുകൂടെ വരുമ്പോൾ മനുഷ്യപുത്രനും അവനെക്കുറിച്ച് ലജ്ജിക്കും.